ഹലോ, നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനും ഹരീഷും നികേഷും ഒക്കെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹരീഷ് വന്നിട്ട് സുഭാഷ് ചേട്ടനോട് സോറി പറയുന്നുണ്ട്. വക്കീൽ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. സുഭാഷ് ചേട്ടനാണെങ്കിൽ അതൊക്കെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹരീഷ് പറയാണ്, എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു. സുധീഷ് വന്നിട്ട് എന്നും നമ്മളെ കൂടെ കിടക്കുക, പിന്നെ അവരുടെ സംസാര രീതി ഒന്നും ശരിയല്ല. അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ സുഭാഷ് ചേട്ടനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോറി സുഭാഷ് ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നികേഷ് ചോദിക്കുകയാണ്, സുഭാഷ് ചേട്ടനോട് തന്നെ ഹരീഷ് സോറി പറയുന്നത്, നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നെങ്കിലും നമ്മളെ നിധി നമ്മളെ സുധീഷിനെ സ്നേഹിക്കും, അവർ തമ്മിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കും, നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയാണ്. അപ്പം നമ്മൾ നികേഷും പറയാം, എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മളാരും അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്, അവൾക്കായിട്ട് തനിയെ തോന്നണം ആ ഇഷ്ടമെന്ന് നമ്മുടെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയാണ്. തനിയെ പഴുക്കുന്നതും തല്ലിപ്പഴുപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയാണ്. ശരിയാണല്ലേ? സ്വന്തമായിട്ട് അവൾക്ക് അവളുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നുന്നതും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഇഷ്ടം തോന്നുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അത് നീണ്ടു നിൽക്കില്ല. ആത്മാർത്ഥമായിട്ട് തോന്നുന്നതേ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ. സുഭാഷ് ചേട്ടനാണെങ്കിൽ നമ്മളെ സുധീഷിനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് സ്നേഹമുള്ളവന്, അവന് വലിയ ഇഷ്ടമാണ് നിധിയെ. അവന് കുറച്ചൊക്കെ കാര്യങ്ങൾ നടക്കാൻ നുണ പറയുമെങ്കിലും അവന് നല്ല മനസ്സാണ്. അവൻ ആർക്കും മോശക്കേട് വരണമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും നല്ലതേ വരും എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടനും സുധീഷിനെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അറിയാം, അവനിങ്ങനെ കള്ളത്തരം പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും സുധീഷിൻ്റെ മനസ്സിൽ നിധിയെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് ആദ്യം തോന്നിയ ഒരു കാര്യമാണല്ലേ. അങ്ങനെ നമ്മൾ ഹരീഷും നികേഷും ഹാളിൽ ഇങ്ങനെ മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട് ഹരീഷിനോട്, എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ. അപ്പോൾ എന്താ ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഡിവോഴ്സ് കുറച്ചുകൂടെ നീട്ടിയിട്ട് കിട്ടുമെന്ന് ചോദിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നികേഷിനോടും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ നിധി അങ്ങോട്ട് കടന്നു വരുന്നത്. നിധി വന്നിട്ട്, എനിക്ക് ഇങ്ങോട്ട് വരാവോ, നിങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വന്നപ്പോൾ ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷ് എന്തൊക്കെയോ അതിനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് നമ്മളെ നിധിയോട് സോഫയിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, അതിനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ചോദിക്കാണ്, നിങ്ങളെന്താ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒന്നും ആലോചിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മളെ സുധീഷ് പറയാണ്, അത് ആലോചിക്കാത്തതാണെന്നാണ് വിചാരിച്ചത്, ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് പറയണേ. അപ്പം നമ്മളെ നിധി പറയാണ്, അപ്പം ഇന്നാളൊരു ബ്രോക്കർ വന്നിട്ട് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ച് പിന്നീടൊന്നും സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ നികേഷ് പറഞ്ഞു, അയാൾ അങ്ങനെ തന്നെയാണ്, ഒരുപാട് കല്യാണക്കാരും കൊണ്ടുവരും, എന്നിട്ട് ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരിങ്ങനെ കല്യാണക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നിധി അവസാനം പറയുന്നുണ്ട്, നമ്മളെ സുനന്ദയുടെ കല്യാണം അവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. സുഭാഷ് ചേട്ടൻ അത് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, അത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണം, അതൊന്നും ഒരിക്കലും നടക്കാൻ പോവാത്ത കാര്യമാണ്, സുഭാഷ് ചേട്ടന് അങ്ങനെ ഒരു വിഷമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹരീഷിനെ സംബന്ധിച്ച് സുഭാഷ് ചേട്ടന് സുനന്ദയോട് ഇഷ്ടമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ശരിക്കും സുഭാഷ് ചേട്ടന് സുനന്ദയെ ഇഷ്ടമാണല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയില്ല. എന്തായാലും സുനന്ദയുടെ വിവാഹം അവിടെ നടക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം ഇവിടെ നടത്തണം എന്നാണ് ഇപ്പോൾ നിധിയൊക്കെ ആഗ്രഹിക്കുന്നത് തോന്നുന്നു. എന്തായാലും സുനന്ദയെ തന്നെ കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് നമ്മളെ നിധിക്കുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കില്ല, നടക്കാൻ പോണില്ല എന്നാണ് ഇവരും പറയുന്നത്. അത് വിട്ടേക്കെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നികേഷും അതുപോലെ തന്നെ ഹരീഷൊക്കെ പറയുന്നുണ്ട്. സുധീഷും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ കുട്ടി എന്തായാലും ആ വീട്ടുകാരെ ഒന്നും വിട്ടിട്ട് വരില്ല, കുട്ടി അതിനുള്ള ധൈര്യമൊന്നും കാണിക്കില്ല. സുഭാഷ് ചേട്ടന് പണ്ട് ഇവിടെ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ സുനന്ദയ്ക്ക് വിഷമം ഉണ്ടാവുന്നതൊക്കെ ഇവിടെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, കുട്ടിയും കൂടി വിചാരിക്കേണ്ട, നമ്മൾ ഒറ്റ കാലിൽ നിന്നിട്ടൊന്നും ഇത് കാര്യമില്ല, കുട്ടീൻ്റെ ഭാഗത്തുനിന്നും ഒരു ഇത് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് കല്യാണം സുഭാഷ് ചേട്ടനെ കൊണ്ട് കഴിപ്പിക്കണ്ടേ? നികേഷ് പറയുന്നുണ്ട്, നമുക്കത് വേണ്ട ഏടത്തി, നമുക്കത് വിട്ടേക്കാം, നമുക്ക് വേറെ സുഭാഷ് ചേട്ടന് വേറൊരു കല്യാണം ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സുഭാഷ് ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഇവിടെ തീരുമാനം. നമ്മളെ നിധിയാണ് ഇങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത്. നമുക്കറിയില്ല എന്താ നടക്കാൻ വേണ്ടി പോകുന്നത്. സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കുമോ അതോ സുനന്ദയെ മാത്രം മതി എന്ന് പറയുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നിധിയുടെ മനസ്സിൽ സുനന്ദയെ സുഭാഷ് ചേട്ടൻ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോഴേക്കും നമ്മളെ സുനന്ദയുടെ വിവാഹം അവിടെ കഴിഞ്ഞു പോകുമെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഒരേ സമയം നമ്മളെ സുധീഷിനെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിലും, ഈ വീട് വിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഈ വീടുമായിട്ട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് എന്തായാലും നിധിക്കുണ്ട്. എന്തായാലും ഈ വീട്ടിലെ തീരുമാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ രീതികളും എല്ലാം ടോട്ടലി മാറ്റാൻ അവൾ ദിനം പ്രതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ഈ കിളിക്കൂട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.